പുതുവർഷത്തിലെ ISROയുടെ ആദ്യ ബഹിരാകാശ ദൗത്യമായ PSLV C-62ന്റെ മൂന്നാം ഘട്ടം പരാജയം. രാവിലെ 10:17 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണത്തറയിൽ നിന്ന് ഉപഗ്രഹങ്ങളുമായി PSLV കുതിച്ചുയരുകയായിരുന്നു. ആദ്യ 2 ഘട്ടം വിജയമായിരുന്നുവെങ്കിലും മൂന്നാം ഘട്ടത്തിൽ സാങ്കേതിക പിഴവുണ്ടാവുകയും പരാജയപ്പെടുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ട്. Today, we had attempted the PSLV C-62 EOS N1 mission. The PSLV vehicle is a 4-stage vehicle with 2 solid stages and 2 liquid stages. The performance of the vehicle up to the end of, close to the end of third stage was as expected. Close to the end of the third stage, we are seeing little more disturbance in the vehicle roll rates and subsequently there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. ദൗത്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് വിശദീകരിക്കുകയായിരുന്നു ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. കഴിഞ്ഞ വർഷവും ഇതേ ദൗത്യമുണ്ടായിരുന്നെങ്കിലും അന്നും പരാജയം സംഭവിക്കുകയാണ് ഉണ്ടായത്. പിന്നീടാണ് PSLV C-62 ഇന്ന് വിക്ഷേപിച്ചത്. VS വിഷ്ണു വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിഷ്ണു, സാങ്കേതിക പിഴവ് തന്നെയാണോ ഇത്തവണയും തിരിച്ചടിയായത്? പുതുവർഷത്തിൽ ISRO വിക്ഷേപിച്ച ആദ്യ റോക്കറ്റും പരാജയം കണ്ടിരിക്കുകയാണ്. PSLV C-62 ആണ് പരാജയം കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ISRO ചെയർമാൻ ഒന്നടങ്കം ഇതിൻ്റെ സാങ്കേതിക പിഴവിനെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. 2 ഘട്ടം പൂർണ്ണമായി വിജയമായിരുന്നെങ്കിലും മൂന്നാം ഘട്ടം വന്നപ്പോൾ പരാജയം നേരിടുകയായിരുന്നു. വളരെ പ്രതീക്ഷയോടെ തന്നെ ISRO നിക്ഷേപിച്ച റോക്കറ്റാണ് പരാജയം കണ്ടിരിക്കുന്നത്. രാവിലെ 10:17 സതീഷ് ധവാൻ പാഡിൽ നിന്ന് കുതിച്ചുയർന്ന റോക്കറ്റാണ് PSLV 62. PSLV 62 ഇത് 2 ഘട്ടം പൂർണ്ണമായി വിജയത്തിലേക്ക് അടുത്തെങ്കിലും മൂന്നാം ഘട്ടം പരാജയം ആവുകയായിരുന്നു. ദൗത്യത്തിൻ്റെ 22.5 മണിക്കൂർ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരുന്നു. EOSNV റൺവൺ അന്വേഷണം അടക്കം 17 പേലോഡുകൾ ഈ ദൗത്യത്തിൻ്റെ ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നു. ഹൈപ്പർ ടെക്സ്റ്റ് ഇമേജിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഉപഗ്രഹം ഭൗമ നിരീക്ഷണത്തിൽ മുതൽക്കൂട്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ, പ്രത്യേകിച്ചും ISROയുടെ സ്വപ്നമായിരുന്ന അന്വേഷ അടക്കമുള്ള ഉപഗ്രഹമായിരുന്നു PSLV 62ൻ്റെ ഒപ്പമുണ്ടായിരുന്നത്. ഇതടക്കമാണ് മൂന്നാം ഘട്ടം വന്നപ്പോൾ പരാജയമായിരുന്നു. ഇതിൻ്റെ വിശദാംശമടക്കം ISRO ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മൂന്നാം ഘട്ടത്തിലെ പരാജയം ഈ നിക്ഷേപണത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് ISROയുടെ ചെയർമാൻ അറിയിച്ചിരിക്കുന്നു. ഇസ്രോയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ ദൗത്യം ഏറ്റെടുത്തിരുന്നത്. 15 പേലോഡുകൾ UK, ബ്രസീൽ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചെറു ഉപഗ്രഹങ്ങളും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ നിക്ഷേപങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ബഹിരാകാശത്ത് എന്ന ശേഷം തിരികെ ഭൂമിയിലേക്ക് വരുന്ന സ്പാനിഷ് സ്റ്റാർട്ടപ്പായ ഓർബിറ്റൽ പാരഡൈറ്റ് കിഡ് ആണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായ പരാജയത്തിലേക്ക് പോയിരിക്കുന്നത്. രാവിലെ 10:17 ISROയിൽ നിന്ന് റോക്കറ്റ് കുതിച്ചുയർന്നത്. ആദ്യം പൂർണ്ണ വിജയം എന്ന തരത്തിലൊക്കെ വാർത്ത വന്നെങ്കിലും പിന്നീട് മൂന്നാം ഘട്ടം വന്നപ്പോൾ സാങ്കേതിക പിഴവുകൾ ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ ശാസ്ത്രജ്ഞൻ രാജഗോപാൽ കമ്മത്ത് കൂടി ചേരുകയാണ്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, നോക്കൂ, നമ്മളെപ്പോഴും ഇതുപോലെയുള്ള വിക്ഷേപണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ലോഞ്ച് വെഹിക്കിളാണ് PSLV. കഴിഞ്ഞ വർഷവും മേയിൽ PSLV C-61 വിക്ഷേപിച്ചു. അന്നും അത് പരാജയമാവുകയാണ് ചെയ്തത്. ഇത്തവണത്തെ ആദ്യത്തെ വിക്ഷേപണമായിരുന്നു നമ്മുടേത് PSLV C-62. പക്ഷേ അത് മൂന്നാം ഘട്ടം പരാജയപ്പെട്ടു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഈ ലോഞ്ച് വെഹിക്കിളിലുള്ള ഒരു വിശ്വാസ്യത കുറവിലേക്ക് കൂടിയാണോ കാര്യങ്ങൾ പോകുന്നത്, ഈ തുടർച്ചയായ പരാജയം സംഭവിക്കുന്നത്? PSLV വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു ലോഞ്ച് വെഹിക്കിളാണ്. പ്രത്യേകിച്ച് ലോകത്തെ ഈ സ്പേസ് ഏജൻസികളെല്ലാം വളരെ ഉറ്റുനോക്കുന്ന ഒരു സക്സസ് ആണ് PSLVക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ 2 ലോഞ്ചുകൾ എന്തുകൊണ്ടോ പരാജയങ്ങളായി മാറുകയാണ് ചെയ്തത്. പേലോഡ് ഫയറിംഗ് പോയതാണ് ആദ്യത്തേത്, അതായത് 2017. ആദ്യം ആദ്യത്തെ ഫെയിലിയർ ഉണ്ടായിരുന്നു. അത് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്, കാരണം അതൊരു എക്സ്പെരിമെന്റൽ ഇതായിരുന്നു. അത് വളരെ കാലം മുമ്പാണ്, അത് 30 വർഷം മുമ്പാണ്. പക്ഷേ 2017 മുതൽ ഇങ്ങോട്ട്
ചില പ്രശ്നങ്ങൾ അതിന് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യത്തേത് പേലോഡ് ഫെയറിംഗിന്റെ മാറുന്നതിന്റെ പ്രശ്നമായിരുന്നു. അതന്ന് സാറ്റലൈറ്റ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് കഴിഞ്ഞ വർഷം ഇതുപോലൊരു ഫെയിലിയർ ഉണ്ടായി. അന്ന് ഈ തേർഡ് സ്റ്റേജ് അനോമാലി, ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള തേർഡ് സ്റ്റേജ് അനോമാലിയാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഓർബിറ്റിൽ എത്താൻ പറ്റിയില്ല. പിന്നെ ഏകദേശം അതുപോലെയുള്ള ഒരു സിറ്റുവേഷനാണ് PSLV C62 ഇപ്പൊ അനുഭവിച്ചിരിക്കുന്നത്. 16ഓളം ഉപഗ്രഹങ്ങൾ അതിലുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് പുതിയ വെഹിക്കിൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വളരെ ശക്തമായിട്ടുള്ള വെഹിക്കിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡ് എഞ്ചിൻ ക്രയോജനിക് എഞ്ചിൻ വെച്ചിട്ടുള്ള ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാഗികമായിട്ട് ഇതിന്റെ മാനുഫാക്ചറിങ് കോമ്പണൻസിന്റെ മാനുഫാക്ചറിങ് പ്രൈവറ്റ് ഏജൻസീസിനെ കൂടുതലായിട്ട് ഇപ്പൊ ഏൽപ്പിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്വാളിറ്റി കൺട്രോള് എത്രത്തോളം ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതിനൊരു വളരെ കൃത്യമായിട്ടുള്ളൊരു ഓഡിറ്റ് നടത്തേണ്ടതാണ്. ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അതാണ് നോക്കൂ, നമ്മൾ വാണിജ്യപരമായി കൂടി ഈ മേഖലയിൽ ഒരുപാട് മുന്നേറുകയാണല്ലോ. മറ്റ് രാജ്യങ്ങളുടേതും ഒക്കെ ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിച്ചു കൊടുക്കുന്ന ഒരു നിലയിൽ വരെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പരാജയങ്ങൾ അത് ISROയ്ക്ക് ഒരു തിരിച്ചടിയാകില്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് ഇതിന്റെ സോഫ്റ്റ്വെയറിലുള്ള പ്രശ്നങ്ങൾ വരാം. പക്ഷെ ഇത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. കാരണം സോഫ്റ്റ്വെയർ അങ്ങനെ ഒരു റിഡൻഡന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഒന്നും അല്ല. വളരെ കൃത്യമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല, നമുക്ക് ഈ സ്റ്റേജുകളിൽ ഇത് പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇതിനകത്ത് മറ്റ് കാര്യങ്ങളുമുണ്ട്. മറ്റ് ഇന്റർവെൻഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. വളരെ പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങളാണ് ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പേസ് മിഷൻസ് എന്ന് പറയുന്നത് വളരെ വൾണറബിൾ ആയിട്ടുള്ളവയാണ്. കാരണം ഏതെങ്കിലും ചെറിയൊരു ഘടകത്തിനോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഗ്ലിച്ചോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ മിഷൻ കംപ്ലീറ്റ് പരാജയപ്പെടും. പിന്നെ അത് മാത്രം ഇതിൽ റവന്യൂ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ, അതായത് ഇത് മോണിറ്റൈസ് ചെയ്യുന്ന സംഭവമാണ്. കാരണം നമ്മുടെ സാറ്റലൈറ്റ്സ് മാത്രമല്ല, കമേഴ്ഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച് എന്ന് പറയുന്നത് അത് വലിയൊരു എൻട്രിയാണ്. ഈ ഒരു മാർക്കറ്റിലേക്കുള്ള വലിയൊരു നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്, ഒരു സഹായമാണ് PSLV എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ തന്നിട്ടുള്ളത്. അപ്പൊ അത് നോട്ടമിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മറ്റ് ഏജൻസികൾ അതിന് നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ സാധ്യതകൾ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആംഗിളിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. നേരത്തെ നമ്മൾ ഈ സബോട്ടാജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അയ്യോ അല്ല, അതൊരു പരിഭാവനമായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ആ രീതിയിൽ അതിലേക്ക് ചിന്തിച്ചു നോക്കാനേ പാടില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോ മറിയേണ്ട ഒരു സാഹചര്യം ഈ ജിയോ പൊളിറ്റിക്കൽ അവസ്ഥയിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണോ, പൂർണ്ണമായും അർത്ഥവത്താണോ എന്നൊന്നും പറയാറായിട്ടില്ല. പക്ഷെ എന്തിരിക്കലും ഈ രീതിയിലുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് പല ആംഗിളുകളിൽ ഇതിനെ പരിശോധിക്കണം. വളരെയധികം നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്ത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിഴവ് അല്ലെങ്കിൽ ദൗത്യം പരാജയപ്പെട്ടു എന്നതിൽ ഒരു വിശദമായ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമാണ്. എന്തായാലും